പരിശ്രമം ചെയ്യുകിൽ എന്തിനേയും വശത്തിലാക്കാൻ കഴിവുള്ളവണ്ണം ദീർഘങ്ങളാം കൈകളെ നൽകിയത്രേ മനുഷ്യരെ പാരിലേക്ക് അയച്ചതീശൻ എന്ന് നമ്മൾ കേട്ടിട്ടുണ്ടല്ലേ. അപ്പോൾ അങ്ങനെ ഒരു കാര്യമാണ് ഞാനിപ്പോൾ ഇവിടെ കണ്ണൻകുട്ടിനെ കൊണ്ട് ചെയ്യിച്ചും കൊണ്ടിരിക്കുന്നത്. കുറേ നാളായിട്ടുണ്ട് അവനിങ്ങനെ കുഞ്ഞു കുഞ്ഞു ടാസ്കുകളൊന്നും ഞാൻ കൊടുക്കാറില്ല, ഒക്കെ വലിയ വലിയ ടാസ്കുകളൊക്കെ കൊടുക്കാറുള്ളത്. അപ്പോൾ ഇങ്ങനെ ആദ്യമൊക്കെ ഞാൻ ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ട് ചിലപ്പോൾ കമഴ്ത്തിക്ക് എടുത്തിട്ട് അതെന്തായാലും കാണാൻ തുടങ്ങണം. ഇപ്പോൾ കല്യാണിയും കൂടി ഉള്ളത് കാരണേ ഭയങ്കര ഒരു കളിയും അതിൻ്റേതായിട്ടുള്ളൊരു മൂഡിലാണ് എടുക്കാനായിട്ട് അറിയാം കേട്ടോ. അതുപോലെ ഞാനിങ്ങനെ ചെറിയൊരു എക്സാം എന്നൊക്കെ പറഞ്ഞിട്ട് കണ്ണനെയും കല്യാണിനെയും കൂടെയൊക്കെ ഇരുത്തിയിട്ട് വീടിൻ്റെ ഉള്ളിലുള്ള സാധനങ്ങൾ ഐഡൻറ്റിഫിക്കേഷനാണ്, അത് ഐഡൻറ്റിഫൈ ചെയ്യണം. ഞാൻ ആ സാധനങ്ങൾ ഇങ്ങനെ പറയും, ഇന്നൊരു സാധനം ഇവിടെ ഇരിക്കുന്നുണ്ട്, അത് എവിടെയാണെന്ന് കണ്ണൻ കാണിച്ചു തരണം എന്ന് പറയും. അപ്പോൾ അവനത് ഏത് ഭാഗത്താണോ ആ സാധനം ഇരിക്കുന്നത് അത് അവൻ കണ്ണുകൊണ്ട് നോക്കി എനിക്ക് കാണിച്ചു തരാറുണ്ട്. ചില സമയങ്ങളിൽ കല്യാണം കൂടെ കൂടുമ്പോൾ അത് നല്ലൊരു രസകരമായിട്ടുള്ളൊരു കളിയായിട്ട് തന്നെ മാറാറുണ്ട് കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ചേലൂർ ചെന്നപ്പോൾ ഞാൻ പണ്ട് ഇങ്ങനെ ഉണ്ടാക്കി വെച്ചൊരു കഥകളിയുടെ ഒരു രൂപം അവിടെ ഇങ്ങനെ മുകളിലിരിക്കുന്നുണ്ടായിരുന്നു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കല്യാണിക്കായിരുന്നു ഞാൻ ആ ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഇവിടെ കഥകളീനെ സംബന്ധമായിട്ടുള്ളൊരു സംഭവം ഇരിക്കുന്നുണ്ട്, അതൊന്ന് കാണിച്ചു തരാനാണ് ഞാൻ കല്യാണിയുടെ അടുത്ത് പറഞ്ഞത്. പക്ഷെ കല്യാണിക്ക് അത് അവൾക്ക് അത്രയ്ക്ക് അറിയില്ല. അവൾ ചെറുതായിരിക്കുന്ന സമയത്താണ് ഞാനത് ഉണ്ടാക്കി അവിടെ വെച്ചിട്ടുള്ളത്. പക്ഷെ ഞാനത് ഉണ്ടാക്കുന്നതും അതുണ്ടാക്കാനായിട്ട് എൻ്റെ അടുത്തൊക്കെ കണ്ണനുണ്ടായിരുന്നു. അപ്പോൾ അത് കാരണം കണ്ണനറിയാം അമ്മ അവിടെ അങ്ങനെ ഒരു സാധനം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെന്നുള്ളത്. അത് ശരിക്കും അവൻ കൃത്യമായിട്ട് അത് നോക്കി കണ്ടുപിടിച്ചു കേട്ടോ. അപ്പോൾ ആ ഒരു പോയിൻ്റ് അന്ന് കണ്ണനാണ് കേട്ടോ കിട്ടിയത്. അതിപ്പോഴും ഞാൻ കല്യാണിയുടെ അടുത്ത് ഇങ്ങനെ പറയട്ടോ, അന്ന് കഥകളിയുടെ അത് കല്യാണം കണ്ടുപിടിക്കാൻ പറ്റില്ലല്ലോ, അത് കണ്ണൻ ചേട്ടനല്ലേ കണ്ടുപിടിച്ചതെന്നൊക്കെ ഞാൻ ഇപ്പോഴും പറയും. അപ്പോൾ ഇന്ന് ഞാൻ അവന് കൊടുത്തിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ആ ഒരു ത്രെഡ് അവൻ്റെ അടുത്ത് അവിടെ എടുത്ത് വെക്കുന്നുണ്ട്. ജസ്റ്റ് അതൊന്ന് കൈകൊണ്ട് എടുത്ത് പൊക്കണം എന്നാണ് ഞാൻ പറയുന്നത്. 1-2 പ്രാവശ്യമൊക്കെ കൈകൊണ്ട് തൊട്ടു തട്ടിയിട്ടു കുറേ കാര്യങ്ങളൊക്കെ ചെയ്തു. പക്ഷേ ആൾക്കത് എടുത്ത് പൊക്കാനായിട്ട് പറ്റുന്നുണ്ടായിരുന്നില്ല. അവൻ്റെ മാക്സിമം അവൻ ട്രൈ ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ അവനെക്കൊണ്ട് അത് പറ്റുന്നുണ്ടായിരുന്നില്ല. അവസാനം ചെറിയ രീതിയിലെങ്കിലും ഞാൻ അവനൊന്ന് ഹെൽപ്പ് ചെയ്യേണ്ടി വന്നു. അങ്ങനെ ചെറിയ രീതിയിലെങ്കിലും ഒന്ന് ഹെൽപ്പ് ചെയ്തപ്പോൾ അവനത് സാധിച്ചു. അവനതൊന്ന് കുഞ്ഞു കൈ കൊണ്ടൊന്ന് പൊക്കി. അതിപ്പോൾ അവന് പെർഫെക്റ്റായിട്ടൊന്നും ചിലപ്പോൾ പറ്റിയെന്ന് വരില്ലേ, നമ്മളുടെ ചെറിയൊരു സപ്പോർട്ട് വേണം. അപ്പോൾ ആ ഒരു സപ്പോർട്ട് നമ്മളെപ്പോഴും പുറകിൽ നിന്നൊന്ന് കൊടുക്കുക. എന്നാലേ ഇനിയും നാളെ എനിക്കത് ചെയ്യാൻ പറ്റുള്ളൂ എന്നൊരു ചിന്ത അവൻ്റെ ഉള്ളിലേക്ക് വരുള്ളൂ. അപ്പോൾ ചെറിയൊരു സപ്പോർട്ട് എൻ്റെ ഭാഗത്തുനിന്നും കൊടുത്തിട്ട് കണ്ണൻകുട്ടി അത് പൊക്കിയൊക്കെ എടുത്തു കേട്ടോ. അപ്പോൾ കല്യാണിക്കുട്ടി അവളുടെ ഭാഗത്തു നിന്നുള്ള എല്ലാ സപ്പോർട്ടും അവിടെ സൈഡിൽ നിന്ന് കൊടുക്കുന്നുണ്ട് കേട്ടോ. കണ്ണന് ട്രോഫി തരാം കണ്ണ, അവൻ്റെ തന്നെ അവിടെ കിട്ടിയിരിക്കുന്ന ട്രോഫിയൊക്കെ എടുത്തിട്ട് കണ്ണൻ്റെ കയ്യിൽ കൊണ്ടു കൊടുത്തിട്ട് ഇത് കണ്ണനുള്ള ട്രോഫി, കണ്ണൻ ജയിച്ചു, കണ്ണൻ മിടുക്കനായി എന്നൊക്കെ പറഞ്ഞിട്ട് അവനെങ്ങനെ എൻകറേജ് ചെയ്തും കൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ കല്യാണിക്കുട്ടി. അപ്പോൾ എന്തായാലും രണ്ടാളും ഹാപ്പി.